ഹായ്, എന്റെ പേര് ആദിൽ. നിങ്ങളെ ടീച്ചിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കോഴ്സിൽ നിങ്ങളെ മെന്റർഷിപ്പ് ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ നിങ്ങളെ എൻക്വയറി ചെയ്തിരിക്കുന്ന കോഴ്സ് AI ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞ കോഴ്സാണ്. അപ്പൊ ഞാൻ കോഴ്സിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ ആദ്യം തരാം. AI ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക് ഡിസൈനിങ് ഇന്നത്തെ കാലത്ത് എല്ലാ മേഖലയിലും AI ഉണ്ട്, നമുക്കറിയാം. അതായത് പണ്ടൊക്കെ ഒരു ഡിസൈനർ ഹയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോസ്റ്ററിൽ ഹയറിംഗ് ഗ്രാഫിക് ഡിസൈനർ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഡിസൈനർ എന്ന് പറഞ്ഞ് നമ്മൾ ഹയറിംഗ് പോസ്റ്റേഴ്സ് ഇട്ടിരുന്ന സമയത്ത് ഇപ്പോൾ AI അറിയുന്ന ഡിസൈനേഴ്സിനെയാണ് അന്വേഷിക്കുന്നത്. അപ്പൊ ഡിസൈനിങ്ങിൽ AI കൂടെ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. സോ AI അറിയുന്ന ഡിസൈനേഴ്സിനാണ് ഇപ്പൊ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പ്ലാറ്റ്ഫോം ഡിജിറ്റൽ ഡു എന്നാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ പേര്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഞാൻ അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഡിജിറ്റൽ ഡു ലേണിംഗ്. നമ്മൾ ഏകദേശം 4 വർഷത്തിലേറെയായി ഡിസൈനിങ്, വെബ് ഡെവലപ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്തു വരുന്നുണ്ട്. 2000 മേലെ സ്റ്റുഡൻസ് നമ്മുടെ കോഴ്സസ് കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പോപ്പുലർ കോഴ്സസ് ഇവിടെ കാണാം. ഇത്ര കോഴ്സസ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. ഭാവിയിൽ നമ്മൾ ഒരുപാട് കോഴ്സസ് ലോഞ്ച് ചെയ്യാനിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കേഷന്റെ മോഡലും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഗൂഗിൾ റിവ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. 5 സ്റ്റാർ ഗൂഗിൾ റിവ്യൂ ഉണ്ട് നമ്മളെ സ്റ്റുഡൻസ്. എന്റെ റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഞാൻ കോഴ്സിന്റെ ഒരു ഓവർവ്യൂ പറഞ്ഞുതരാം. ഇവിടെ AI ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക് ഡിസൈൻ ഈ കോഴ്സിനെ പറ്റിയിട്ടാണ് നിങ്ങൾ എൻക്വയറി ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു കോഴ്സ് 9 മൊഡ്യൂൾസ് ആയിട്ടാണ് ഞാൻ തിരിച്ചിട്ടുള്ളത്. ഇവിടെ മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫിക് ഡിസൈനിങ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഗ്രാഫിക് ഡിസൈനർ ആകാം, ഒരു ഗ്രാഫിക് ഡിസൈനർ ആവണമെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട്, ഇതിലേക്ക് കടന്നു വരുന്ന ആസ്പയറിംഗ് ആയിട്ടുള്ള, അതായത് തുടക്കക്കാരായിട്ടുള്ള ഡിസൈനേഴ്സിനുള്ള ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടർ ബേസിക്സ് പോലും ഇല്ലാത്ത ഒരു കുട്ടിക്ക് പോലും നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്രക്കും ഒരു ബിഗിനിങ് ലെവലിലാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു വരുന്നത്. ദെൻ നമുക്ക് ഫണ്ടമെന്റൽസ്, ഗ്രാഫിക് ഡിസൈനിങ് എന്താണ്, അതിലെ എലമെന്റ്സ് എന്താണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, അതിലെ പ്രിൻസിപ്പിൾസ് എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് തിയറി ക്ലാസ്സസ് ഉണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിസൈനിങ് തിയറീസ് എന്നുള്ളത്. കാരണം അത് പഠിപ്പിക്കാനുള്ള ക്വാളിറ്റി ഉള്ള ഫാക്കൽറ്റീസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്ന ഡിസൈനിങ് ഫണ്ടമെന്റൽസും തിയറീസും ആണ്. എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, ഇൻഡിസൈൻ ഇതൊക്കെ ജസ്റ്റ് ഒരു ടൂള് മാത്രമാണ്. അതായത് നമുക്ക് കൃത്യമായിട്ട് ഡിസൈനിങ്ങിന്റെ ഫണ്ടമെന്റൽസും തിയറിയും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്യാൻവാസ് അല്ലെങ്കിൽ ടൂള് മാത്രമാണ് ഈ പറയുന്ന ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ ഒക്കെ. അപ്പൊ നമ്മളൊരു ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ പോലുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് ചുമ്മാ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. അത് കൃത്യമായിട്ട് ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഡിസൈനിങ് തിയറീസ് പഠിക്കണം. ഒരു ഇൻഡസ്ട്രിക്ക് പറ്റുന്ന കളേഴ്സ് എന്തൊക്കെയാണ്, ഫോൺസ് എന്തൊക്കെയാണ്, അതിന്റെ സൈക്കോളജി എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ടൂൾസ് പഠിക്കാൻ. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഡിസൈനർ എന്താകണം, എങ്ങനെയാകണം എന്നുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് പിന്നീട് നേരെ ഫണ്ടമെന്റൽസിലേക്ക് കടക്കുന്നത്. ഗ്രാഫിക് ഡിസൈനിങ് എന്താണ്, അതിന്റെ എലമെന്റ്സ് എന്താണ്, പ്രിൻസിപ്പിൾസ് എന്താണ്, പിന്നെ കളർ തിയറി, കളർ സൈക്കോളജി, എങ്ങനെ ഒരു ബ്രാൻഡിന് കളർ സെലക്ട് ചെയ്യാം, കളർ കോമ്പിനേഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, പിന്നെ എന്താണ് ടൈപ്പോഗ്രഫി, ഫോണ്ടും ടൈപ്പോഗ്രഫിയുള്ള ഡിഫറൻസ്, ക്ലാസിഫിക്കേഷൻസ്, അതിന്റെ അനാട്ടമി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ എങ്ങനെ കോമ്പോസിറ്റ് ചെയ്യാം, അതായത് ഓരോ എലമെന്റ് എങ്ങനെ പ്ലേസ് ചെയ്യണം ഡിസൈൻ ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള ഡിസൈനിങ് തിയറീസ് ഒക്കെ വരുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ ഫോട്ടോഷോപ്പിന്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് വളരെ ബേസിക് എന്താണ് ഫോട്ടോഷോപ്പ്, എങ്ങനെ ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ നമുക്ക് പ്ലാൻസ് പർച്ചേസ് ചെയ്യാം, ആ ഫോട്ടോഷോപ്പിന്റെ സ്ക്രീൻ എന്താണ്, വിൻഡോസ് എന്താണ്, ടൂൾസ് എന്താണ്, വളരെ ബേസിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ ടൂൾസും കവർ ചെയ്യും. ലെയർ പാനൽസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ്, നാവിഗേഷൻ ടൂൾസ്, സെലക്ഷൻ ടൂൾസ്, ക്രോപ്പ് ടൂൾസ്, അങ്ങനെ ഫോട്ടോഷോപ്പിലെ ഓരോ ടൂൾസിന്റെ ഡീറ്റെയിൽ ക്ലാസ്സസ് വരുന്നുണ്ട്. ആ ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് നമ്മൾ മൊഡ്യൂൾ 3ലേക്ക് കടക്കുമ്പോൾ ഫോട്ടോഷോപ്പിന്റെ AI ക്ലാസ്സസിനെ കുറിച്ച് പഠിക്കുന്നത്. AI എന്ന് പറയുന്നത് നമുക്കറിയാം ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ. ഫോട്ടോഷോപ്പിൽ നമുക്ക് AI ജനറേഷൻ, ഇമേജ് ജനറേറ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്, ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സിംഗിൾ ക്ലിക്കിൽ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഡിസൈനേഴ്സ് 2, 3, 4 മണിക്കൂറൊക്കെ എടുത്തിരുന്ന ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പൊ AI കൊണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ AI ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് വരുന്നുണ്ട്. പിന്നെ 4ാമത്തെ മൊഡ്യൂൾ വരുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. അതായത് ഡെയിലി ലൈഫിൽ ഒരു ഡിസൈനർ ഫോട്ടോഷോപ്പ് കൊണ്ട് എന്തൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും എല്ലാ ബോക്സും നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം AI യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ മെർജ് ചെയ്യാം. മരണപ്പെട്ടു പോയ ആൾക്കാരൊക്കെ ഫോട്ടോ ഒക്കെ മെർജ് ചെയ്തിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ സ്ക്രാച്ചസ്, മോശമായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ റീസ്റ്റോർ ചെയ്യാനുള്ള AI പവേർഡ് ആയിട്ടുള്ള ക്ലാസ്സസ് വരുന്നുണ്ട്. പിന്നെ ഒരു ലൈറ്റ് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ക്ലാസ്സസ് വരുന്നുണ്ട്. അതുപോലത്തെ ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെ ലൈറ്റിംഗ് ചെയ്യാം, കളർ ചെയ്യാം. ചില പോസ്റ്റേഴ്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പ്രൊഡക്റ്റിനെ ലൈറ്റിങ്ങും
ഷാഡോയും ഹൈലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു 3D ഒരു ലുക്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, ബ്രോഷർ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സസ്, ഫ്ലയറിന്റെ ക്ലാസ്സസ് വരുന്നുണ്ട്, ബിസിനസ് കാർഡ്, വിസിറ്റിംഗ് കാർഡ്, അതുപോലെ ഡിജിറ്റൽ ഇ കാർഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില PDF ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ടാപ്പ് ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റിലേക്കും യൂട്യൂബ് ചാനലിലേക്കും ഒക്കെ റീഡയറക്ട് ചെയ്തു പോകുന്നത്, അതുപോലുള്ള കാർഡ്സ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്ലാസ്സസ്. പിന്നെ അതുപോലെ തന്നെ ഫേസ്ലെസ് പോർട്രേറ്റ്സ്, ഒരു ഡ്രോയിങ് ക്ലാസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് 5ാമത്തെ മൊഡ്യൂളില് ഇല്ലുസ്ട്രേറ്റർ ആണ്. ഇല്ലുസ്ട്രേറ്ററിന്റെ ഇതുപോലെ തന്നെ നമ്മൾ ബേസിക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഓരോ ടൂൾസും ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടാണ് പിന്നെ 6ാമത്തെ മൊഡ്യൂളിലേക്ക്. ഇല്ലുസ്ട്രേറ്ററിൽ ഒരുപാട് AI ടൂൾസും ഫീച്ചേഴ്സും ഉണ്ട്. ആ എല്ലാ ക്ലാസ്സസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ ഇമേജ് ട്രേസ് ചെയ്യാം AI യൂസ് ചെയ്തുകൊണ്ട്, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ട് വെക്ടർ ഗ്രാഫിക്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വർക്കിനെ റീകളർ ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്, ഷേപ്സ് യൂസ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്, മോക്കപ്പ് AI വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ക്ലാസ്സസിൽ വരുന്നുണ്ട്. പിന്നെ ഇല്ലുസ്ട്രേറ്ററിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ്, ബ്രൗഷർ, ഫ്ലയേഴ്സ്, ബിസിനസ് കാർഡ്, പാക്കേജ് ഡിസൈൻസ്, ലോഗോ ഡിസൈനിങ്, ഇല്ലുസ്ട്രേഷൻസ്, ചിത്രം വരയ്ക്കാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ 8ാമത്തെ മൊഡ്യൂൾ വരുന്നത് നമ്മളെ ഡെയിലി ലൈഫിൽ നമുക്ക് വേണ്ട എല്ലാ ടൂൾസും ഞാനിവിടെ ക്ലാസ്സസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫോണ്ട് എങ്ങനെ പെയർ ചെയ്യാം, പാലറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ചാറ്റ് GPT എങ്ങനെ പ്രോംപ്റ്റിംഗ് ചെയ്യാം, AI ഇമേജ് ജനറേഷൻ ടെക്നിക്സ്, മോക്കപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അതെങ്ങനെ പ്രസന്റ് ചെയ്യുക, വെബ്സൈറ്റുകൾ, ഡിസൈനേഴ്സിന് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്, ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും പരിചയപ്പെടുത്തുന്നുണ്ട്, മലയാള ഫോൺസ് എങ്ങനെ ആഡ് ചെയ്യാം, അതെങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള റിസോഴ്സസ്, ഫോണ്ട്, ഇമേജസ്, ഐക്കൺസ് ഒക്കെ എടുക്കാനുള്ള ഫ്രീ റിസോഴ്സസ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ ലോഗോ ഡിസൈൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇൻസ്പിറേഷൻസ് കണ്ടെത്തുന്ന വെബ്സൈറ്റ്സ് കാര്യങ്ങൾ, ഒരുപാട് ഹാക്സും ട്രിക്സും ഒക്കെ ഈ ഒരു മൊഡ്യൂളിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഫൈനൽ മൊഡ്യൂൾ ആണ്, ഇൻട്രൊഡക്ഷൻ ടു അഡോബ് ഇൻഡിസൈൻ. അഡോബ് ഇൻഡിസൈൻ എന്ന് പറയുന്നത് മാഗസിൻ, ന്യൂസ് പേപ്പർ പോലുള്ള ഒന്നിലധികം പേജസ് വരുന്ന വലിയ വർക്ക്സ് ഒക്കെ ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ലേഔട്ട് ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ മുതൽ ഒരു മാഗസിൻ ഡിസൈൻ ചെയ്യുന്ന വരെയുള്ള മൊഡ്യൂൾസും വരുന്നുണ്ട്. ദെൻ ഫൈനലി ഒരു എക്സാമിനേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഓപ്ഷൻസും അവൈലബിൾ ആയിരിക്കും. ഏകദേശം ഒരു 60 മേലെ മാർക്സ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെ കോഴ്സിന്റെ അല്ലെങ്കിൽ നമ്മളെ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് കോഴ്സ് സെല് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അവരെ ഒരു ജോബ് ആവുന്നവരെ ഗൈഡ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണമാണ്, നമ്മുടെ കോഴ്സിൽ ലിങ്ക്ഡിൻ, ബിഹാൻസ് പോലുള്ള ക്ലാസ്സസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ജോബ് സെർച്ച് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ അക്കൗണ്ട്സ് ഒക്കെ ഒപ്റ്റിമൈസ്ഡ് ചെയ്തു വെക്കാനുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. ഡിജിറ്റൽ ഡു ലേണിംഗ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഒരുപാട് ഡിസൈനേഴ്സ് ഒക്കെ ഉള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ കോഴ്സ് എടുത്ത് പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ സീനിയർ ആയിട്ടുള്ള ഡിസൈനേഴ്സിന്റെ ഗൈഡൻസ് ഒക്കെ ലഭിക്കും. അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുള്ള പല ടൈപ്പ് ഓഫ് വർക്ക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് അവർ ഗൈഡ് ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വർക്കിലുള്ള തെറ്റുകൾ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ഗൈഡ് ചെയ്യുകയും നല്ല രീതിയിലുള്ള ഇന്റേൺഷിപ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ റിയൽ ക്ലയൻസിന്റെ വർക്കും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ജോബിന് കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു വർക്ക് കൾച്ചർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്കില്ല് ഒന്നുകൂടെ അപ് സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റേൺഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമുക്ക് മാത്രമായിട്ട് വരുന്ന ഹയറിംഗ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ അതുവഴി അവർക്ക് ജോബ് കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിജിറ്റൽ ഡു അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഡെയിലി ലൈഫിൽ വരുന്ന പുതിയ പുതിയ കാര്യങ്ങൾ, കോഴ്സിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിൽ പുതിയ ക്ലാസ് ആഡ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം ഈ അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കഴിയുന്ന സമയത്ത് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇന്റേൺഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ മെന്റർഷിപ്പ് കിട്ടും. അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു മെന്റർ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വാട്സപ്പിൽ അവൈലബിൾ ആയിരിക്കും. 6 മണി മുതൽ 12 മണി വരെ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തോ അല്ലെങ്കിൽ വാട്സപ്പ് കോൾ ചെയ്തോ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ലേണിംഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലാസ്സിന്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്.
അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. കോഴ്സ് അപ്ഡേറ്റുകൾ, ഹയറിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ ഡിസൈനേഴ്സിന്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ദെൻ നമ്മുടെ സർട്ടിഫിക്കേഷന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. ഞാനിപ്പോ സ്റ്റുഡന്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ കാണും, ഞാനത് ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ ഞാൻ സൈൻ ഇൻ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാനിവിടെ ഒരുപാട് കോഴ്സസ് എടുത്തു വെച്ചിട്ടുണ്ട്. എൻറോൾഡ് കോഴ്സസ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻറോൾഡ് ആയിട്ടുള്ള കോഴ്സസ് കാണാം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന് കണ്ടിന്യൂ ലേണിംഗ് കാണാം. ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റിലും കാണാം. ഇതാണ് ഒരു സ്റ്റുഡന്റിന്റെ ഡാഷ്ബോർഡ്. നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഡാഷ്ബോർഡ് ഉണ്ടാവും നിങ്ങളുടെ പേരിൽ. അപ്പോൾ നിങ്ങളുടെ ഇവിടെ എൻറോൾ ചെയ്ത കോഴ്സസ് ഇവിടെ ഉണ്ടാവും, ആക്റ്റീവ് ആയുള്ള കോഴ്സസ് ഉണ്ടാവും, ഇവിടെ കംപ്ലീറ്റഡ് കോഴ്സിൽ കംപ്ലീറ്റ് ആയുള്ള കോഴ്സസ് ഉണ്ടാവും. അപ്പോൾ കംപ്ലീറ്റഡ് കോഴ്സിൽ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന്. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ പേര്, കോഴ്സിന്റെ പേര്, രജിസ്റ്റർ നമ്പർ കാര്യങ്ങൾ കാണാം, നമ്മുടെ കമ്പനിയുടെ. അതുപോലെ തന്നെ ഒരു ക്രെഡൻഷ്യൽ ID കാണാം. ഈ ഒരു ID നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്ത ഡേറ്റ് കാര്യങ്ങളൊക്കെ കാണാം. അത് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. JPG ആയിട്ടും PDF ആയിട്ടും നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടെ ഒരു ക്രെഡൻഷ്യൽ കാണാം, കോപ്പി ക്രെഡൻഷ്യൽ UR എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഈ ക്രെഡൻഷ്യൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുത്ത് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് എന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ്. ഞാൻ താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇവിടെ നോക്കി ഞാൻ അഡോബിയുടെ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കോഴ്സസിന്റെ സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുതിയ കോഴ്സസ് ചെയ്യുന്ന ഒരാളാണ്. കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് അപ്ഡേറ്റ്സ് വരുന്നതാണ്. സോ നമ്മളെല്ലാ അപ്ഡേറ്റ്സ് അറിഞ്ഞിരുന്നാലും നമ്മുടെ സ്റ്റുഡൻസിനും ആ നോളജ് നമുക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എസെൻഷ്യൽ സ്കിൽ ഇൻ അഡോബി ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ കാണാം ഷോ ക്രെഡൻഷ്യൽ എന്ന്. ഈ ക്രെഡൻഷ്യൽ ഇങ്ങനെ കാണിക്കുന്നതിന് കാരണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു URL കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഹയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാള് നമ്മളുടെ സർട്ടിഫിക്കേഷൻസ് നോക്കുന്ന സമയത്ത് ഈ ഷോ ക്രെഡൻഷ്യൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ സർട്ടിഫിക്കറ്റ് എവിടെ ഉള്ളത്, ഏത് വെബ്സൈറ്റിലാണ് ഉള്ളത്, അതിങ്ങനെ കാണിച്ചു തരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ക്രെഡൻഷ്യൽ നിങ്ങൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലിങ്ക്ഡിനിലും മറ്റുള്ള പ്ലാറ്റ്ഫോമിലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനെ കാണിക്കും. അപ്പൊ കുറച്ചുകൂടി ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക്. അപ്പൊ അതാണ് സർട്ടിഫിക്കറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളെ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന സോഫ്റ്റ്വെയർസ് എല്ലാം ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർസ് ആണ്, ജെനുവിൻ സോഫ്റ്റ്വെയർസ് ആണ്. അതായത് ഒറിജിനൽ സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് മൊഡ്യൂൾസ് ആണ്, ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് എല്ലാം ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. സോ ഇൻഡസ്ട്രിയിൽ ബെസ്റ്റ് ആയിരിക്കുക, അപ്ഡേറ്റ് ആയിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരുപാട് മുമ്പ് അപ്ഡേറ്റ് ചെയ്ത കോഴ്സസ് പഠിക്കണം, അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഴയ സിലബസ് ആണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പഴയ ക്രാക്ക്ഡ് സോഫ്റ്റ്വെയർസ് ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ലേറ്റസ്റ്റ് മൊഡ്യൂൾസോട് കൂടിയുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഏൺ ചെയ്യാനും ഇൻഡസ്ട്രിയിൽ എക്സ്പെർട്ടായി മാറാനും നമ്മുടെ കോഴ്സിലൂടെ പറ്റും. കോഴ്സുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് ചോദിക്കാം. അതുപോലെ തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള ഫോം, മറ്റു ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരാം.